ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സൃഷ്ടികർത്താ ബ്രഹ്മദേവായ നമോ നമഃ. ബ്രഹ്മദേവ, അങ്ങിവിടെ നക്ഷത്രലോകത്തിൽ? അങ്ങ് വെറുതെ കഷ്ടപ്പെട്ടു. അങ്ങ് ആജ്ഞാപിച്ചാൽ ഞങ്ങളെല്ലാം ബ്രഹ്മലോകത്തിൽ വരുമായിരുന്നു. വേണ്ട. അവിടെ നിത്യവും ഇന്ദ്രനും മറ്റു ദേവന്മാരും പ്രശ്നങ്ങളുമായി വന്നുകൊണ്ടിരിക്കും. ഞാനൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതവിടെ വെച്ച് സാധ്യമാവില്ല. ദേവരാജന് എന്ത് പ്രശ്നമാണുള്ളത്? അങ്ങയെ കഷ്ടപ്പെടുത്താൻ തക്ക വിധത്തിൽ? താരകാസുരനെയും കിങ്കരന്മാരെയും ഭയന്ന് അവർ രക്ഷോപായം ആരാഞ്ഞുകൊണ്ട് ബ്രഹ്മലോകത്തിൽ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ബ്രഹ്മദേവ, ഇന്ദ്രനും ദേവന്മാരും എത്ര കാലം താരകാസുരനെയും കിങ്കരന്മാരെയും ഭയന്ന് ഓടി നടക്കും? അതാണ് ഞാൻ വന്നത്. ഈ വിഷയത്തിൽ എന്താണ് ഞങ്ങളുടെ കർത്തവ്യം? നിങ്ങൾക്കെല്ലാം പൂർണ്ണമായും അറിവുള്ളതായിരിക്കും. ഹിമാലയ രാജന്റെ പുത്രി പാർവതിയുടെ തപസ് ദിനം പ്രതി ഉഗ്രതയാർജിച്ചു വരുന്നു. തന്റെ കഠിന സാധനയിലൂടെ അവൾ ശിവനെ പ്രസന്നനാക്കുവാൻ യത്നിക്കുന്നു. ഇത് സർവത്ര ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷേ പാർവതിയുടെ തപസ്സിനെ സംബന്ധിച്ച് ഞങ്ങൾ എന്തു ചെയ്യണം? എല്ലാവരും കൂടി ശിവനെ സമീപിക്കണം. അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കണം. പാർവതിയുടെ ആരാധനയും തപസ്സും സ്വീകരിച്ച് അവളുടെ മനോകാമന സഫലീകരിക്കാൻ നിങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. ലോക നന്മയ്ക്കായി പാർവതിയെ പ്രസന്നയാക്കുവാൻ. പക്ഷേ ബ്രഹ്മദേവ, കാമദേവനെ ഭസ്മമാക്കിയതിനു ശേഷം ഭഗവാൻ ശിവശങ്കരന്റെ വൈരാഗ്യം വളരെ അധികരിച്ചിരിക്കുന്നു. ആ സ്ഥിതിക്ക് അദ്ദേഹം പാർവതിയുടെ മനോകാമന പൂർത്തീകരിക്കുമോ? തീർച്ചയായും ചെയ്യും. ഞാൻ ഭാവിയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ശിവപാർവതി വിവാഹം സാക്ഷാത്കരിക്കുന്നതായി കാണുന്നു. അതിനാൽ ഒന്ന് നിശ്ചയിക്കാം, പാർവതിയുടെ വിവാഹം ശിവനുമായി തന്നെയാകും. എന്നാൽ ഇപ്പോൾ ശിവന്റെയും ശക്തിയുടെയും ലൗകികമായ മാനവലീലകൾ ജഗത് സമക്ഷത്തിൽ ഒരു പ്രത്യേക ഉദ്ദേശം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് രചിക്കപ്പെടുന്നത്. അപ്പോൾ ഈ മാനവലീലകൾ ഉചിതമായ രീതിയിൽ പ്രദർശിപ്പിക്കപ്പെടാനായി നാമും ശ്രമദാനം ചെയ്യേണ്ടതുണ്ട്. ശ്രമദാനത്തിനായി പരമശിവന്റെ സമീപം പോയേ തീരൂ. തീർച്ചയായും പോകണം. കാമദേവനും ഇതേ ഉദ്ദേശത്തോടെയാണ് പോയത്. പക്ഷേ ശിവന്റെ കോപത്തിന് പാത്രമാകേണ്ടി വന്നു. അന്തരമുണ്ട്. കാമദേവന്റെ ഉദ്ദേശത്തിലും താങ്കളുടെ ഉദ്ദേശത്തിലും അന്തരമുണ്ട്. കാമദേവൻ ശിവന്റെ മനസ്സിൽ കാമവും അനുരാഗവും ഉത്തേജിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിന് സമീപം ഒരു അഭ്യർത്ഥനയുമായി പോകുന്നു. ദുർഭാവന ഇല്ലായിരുന്നെങ്കിലും കാമദേവന്റെ പ്രവൃത്തി അനധികാരമത്രേ. എന്റെ ഉപദേശമനുസരിച്ച് താങ്കൾ സദ്ഭാവനാപൂർവം പ്രവർത്തിക്കും. അതാണ് അന്തരം. ബ്രഹ്മദേവ, അങ്ങയുടെ വാക്കുകളെ ഉപദേശവും ആജ്ഞയുമായി മാനിച്ച് ശിവസമക്ഷം തീർച്ചയായും പോകാം. പക്ഷേ ശിവൻ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചില്ല എങ്കിൽ അത് അങ്ങയെ സംബന്ധിച്ച് അപമാനമാകും. ഈ സമയം എന്റെ മാനാപമാനങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ളതല്ല, ദേവന്മാരെ രക്ഷിക്കാനുള്ളതാണ്. താരകാസുരൻ സംഹരിക്കപ്പെടുന്നത് വരെ ഇന്ദ്രനും മറ്റു ദേവന്മാരും സുരക്ഷിതരല്ല. താരകാസുരന്റെ വധം ശിവപുത്രനെ ചെയ്യുവാനാകൂ. ശിവപുത്രന്റെ ഉൽപ്പത്തിക്കായി ശിവന്റെ വിവാഹവും ആവശ്യമാണ്. ശിവവിവാഹത്തിനായി ശിവശങ്കരന്റെ സമ്മതം ആവശ്യമാണ്. ആ അനുമതിക്കായാണ് ഞാൻ നിങ്ങളെ ശിവസമക്ഷം അയക്കുന്നത്. ബ്രഹ്മദേവ, ഞങ്ങൾ പോകാം. ഞങ്ങൾ വിശ്വനാഥനോട് പ്രാർത്ഥിക്കാം. അനുവദിക്കുമെന്ന് ആശിക്കാം. ഞാൻ യാത്ര പറയുന്നു. ഇനി സ്വർഗലോകത്തിൽ ചെന്ന് നോക്കാം. അഹങ്കാരി താരകാസുരന്റെ കിങ്കരന്മാർ അപ്സരസുകളെ എന്തു ചെയ്യുന്നുവെന്ന്. എന്നെ നോക്കുന്നോ?
അതിനല്ല നിങ്ങളെ വിളിപ്പിച്ചത്. എനിക്ക് നൃത്തം കാണണം, അതിനാണ് വിളിച്ചത്. ശരി, നൃത്തം തുടങ്ങ. ഇല്ല, നിനക്ക് വേണ്ടി ഞങ്ങൾ നൃത്തം ചെയ്യില്ല. രാക്ഷസന്മാരുടെ മുന്നിൽ നൃത്തം ചെയ്യുക ഞങ്ങളുടെ പാരമ്പര്യമല്ല. ഞങ്ങൾ കേവലം ദേവരാജൻ ഇന്ദ്രന്റെ മുന്നിൽ മാത്രം നൃത്തം ചെയ്യുവാൻ പ്രതിബദ്ധരാണ്. എന്തു പറഞ്ഞു? നൃത്തം ചെയ്യില്ലെന്നാ? ഇല്ല. ഇത്രയും ദുസ്സാഹസം നിന്റെ സ്വാമി ഇന്ദ്രൻ പോലും ചെയ്യില്ല. നീ എന്തു പറഞ്ഞു? ഇത് ദുസ്സാഹസമല്ല, സാഹസമാണ്. ദുസ്സാഹസം ചെയ്തത് നീയാണ്. ദേവരാജൻ ഇന്ദ്രന്റെ സിംഹാസനം തട്ടിയെടുത്തത്. കൊണ്ടുപോയി ഈ ദുഷ്ടകളെ. എന്റെ ആജ്ഞ മാനിക്കാൻ തയ്യാറില്ലാത്തവരെ ബന്ധനസ്ഥരാക്കുക. അഖിലകുണ്ടത്തിന് ചുറ്റും കെട്ടിയിട. അവിടുത്തെ ചൂടുകൊണ്ട് ഇവരുടെ സൗന്ദര്യവും യൗവനവും നശിച്ചു പോകട്ടെ. മഹാരാജാ താരകാസുരൻ ജയിക്കട്ടെ, മഹാരാജാ താരകാസുരൻ ജയിക്കട്ടെ, മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ, മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ, സ്വർഗാധിപതി മഹാരാജാ താരകാസുരൻ ജയിക്കട്ടെ. ഓഹോ, ദേവന്മാരെ പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്നു. പുരസ്കാരം ലഭിക്കത്തക്ക ജോലി ചെയ്തിരിക്കുന്നു. ഇതാ കണ്ടോ, ആദ്യം നിങ്ങൾ പിടിക്കപ്പെട്ടു, പിന്നെ ഓരോരുത്തരായി ദേവന്മാർ പിടിക്കപ്പെടുന്നു. ഒരു ദിവസം നിങ്ങളുടെ രാജാവ് ഇന്ദ്രനും എന്റെ കയ്യിലകപ്പെടും. എന്ന് പിടിക്കപ്പെടുന്നുവോ അന്ന് വധിക്കപ്പെടും. പിന്നെല്ലാ കളിയും സമാപ്തം. എവിടുന്ന് കിട്ടി ഇവരെ? ആകാശമാർഗത്തിൽ നിന്ന് ഓടിയും ഒളിച്ചും ഞങ്ങളെ വിഷമിപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ വളരെ ദൂരം പിന്തുടർന്നു. അപ്പോൾ അറിഞ്ഞു അങ്ങക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്ന്. അവരെ വളഞ്ഞു, ചിലരെ പിടിച്ചു, ചിലർ ഓടിപ്പോയി. ഓടിപ്പോയോ? ഇനി ഒരിക്കൽ ഓടിപ്പോയി എന്ന് ഞാൻ കേട്ടാൽ അറിഞ്ഞുകൊള്ളൂ, നിന്റെ ഭാഗ്യം പോയി, തകർന്നു. ഈ ദുഷ്ടദേവന്മാർ എനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയായിരുന്നു. ഇവരെ ഇന്ന് സമാപ്തരാക്കണം. അതോടൊപ്പം അവരുടെ എല്ലാ ഗൂഢാലോചനയും സമാപ്തമാകട്ടെ. താരകാസുര, ബ്രഹ്മദേവൻ, എന്റെ വരദാത. സൃഷ്ടികർത്ത ബ്രഹ്മദേവായ നമോ നമഃ. എന്റെ വരദാതാവിനെ എന്റെ സ്വർഗത്തിൽ കണ്ട് ഞാൻ സന്തുഷ്ടനാണ്. ഇത് നിന്റെ സ്വർഗമല്ല താരകാസുര. ഇവിടെ നീ ബലം പ്രയോഗിച്ച് അധികാരം സ്ഥാപിച്ചതാണ്. അതിനാൽ നിനക്കാരെയും പീഡിപ്പിക്കാനോ ദണ്ഡിക്കാനോ ഒരധികാരവുമില്ല. പരംപിതാ ബ്രഹ്മദേവൻ വിജയിക്കട്ടെ! ദേവരാജൻ ഇന്ദ്രൻ വിജയിക്കട്ടെ! പരംപിതാവി, എന്റെ സ്വർഗത്തിൽ എന്താവശ്യത്തിന് എഴുന്നള്ളി? നീ വീണ്ടും നിന്റെ സ്വർഗമെന്ന് പറയുന്നു. ഇത് ദേവന്മാരുടെ സ്വർഗമാണ്.